നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2-3 മിനിറ്റ് എടുക്കത്തുള്ളൂ, വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു നിർത്തും. ഇന്ന് പറയാൻ പോകുന്നത് ഇലക്ഷൻ മാനേജ്മെൻറ്റ് അണ്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950. അത് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. 2 മാർക്ക് അവിടെ നിന്ന് ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950. ഇവിടെ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ തഹസീൽദാർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ, ഇദ്ദേഹത്തിന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഇവരുടെയൊക്കെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഡ്യൂട്ടീസ് അണ്ടർ ഏത് ലോ അനുസരിച്ച്? റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950. അപ്പോൾ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് 1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ആണ്. ഇതിനകത്ത് എടുത്തു പറയുന്നത് നമുക്ക് വേണ്ട പോയിന്റ് കിടക്കുന്നത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇവിടെ കണക്കുന്നുണ്ടോ, ചീഫ് ഇലക്ടറൽ ഓഫീസേഴ്സ്, ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പം ഇവിടെയാണ് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. പ്രധാനമായിട്ടും നമ്മുടെ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് DEO എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് ആണ് മിക്കപ്പോഴും എന്തായിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും ഈ ഒരു പൊസിഷൻ വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷനാണ് നിങ്ങൾ ഈ ക്വസ്റ്റിന് വേണ്ടി പഠിക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ഞാൻ മണ്ടക്കത്തെ ഒന്ന് പറയാം. അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം പ്രധാനമായിട്ടും ഓരോ ഡിസ്ട്രിക്റ്റുകളിലും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കുറേ ഓഫീസേഴ്സ് കാണും. അതിനകത്ത് ഒരാളാണ് ചീഫ് ഇലക്ടറൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് 13A ചീഫ് ഇലക്ടറൽ ഓഫീസേഴ്സിനെ പറ്റി പ്രതിപാദിക്കുന്നത് അണ്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950. അപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറിന്റെ പ്രത്യേകത എന്താണ്? ക്ലോസ് 1 പറയുന്നത് there shall be for each state a chief electoral officers who shall be such officer of government as the election commission may in consultation with that government designate or nominate in this behalf. അതായത് എല്ലാ സ്റ്റേറ്റിലും എന്ത് കാണും? ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസർ കാണും. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസർ ആയിരിക്കും. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളായിരിക്കണം. രണ്ടെന്താ പറഞ്ഞത്? സബ്ജക്ട് ടു ദ സൂപ്രണ്ടൻഡൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ ദ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഷാൾ സൂപ്പർവൈസ് ദ പ്രിപ്പറേഷൻ, റിവിഷൻ ആൻഡ് കറക്ഷൻ ഓഫ് ഓൾ ഇലക്ടറൽ റൂൾസ് ഇൻ ദി സ്റ്റേറ്റ് അണ്ടർ ദിസ് ആക്ട്. ഇദ്ദേഹമായിരിക്കും ഇലക്ഷൻ കമ്മീഷനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ഷനെ ഡയറക്റ്റ് ചെയ്യുന്നത്, സൂപ്രണ്ടായിട്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ആരുടെ ചുമതലയായിരിക്കും? ചീഫ് ഇലക്ടറൽ ഓഫീസറിൻ്റെ ചുമതലയായിരിക്കും. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? 13A എന്ന് പറയുന്ന ഈ ഒരു ക്ലോസ് കണ്ടോ തൊട്ട് താഴെ, ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ്. ഇതാണ് നമുക്ക് വേണ്ട പോയിന്റ്. അവിടെ നോക്കുക, 13AA അത് 13AA സെക്ഷനിൽ ഒന്നാമത്തെ ക്ലോസ് പറയുന്നത് ഫോർ ഈച്ച് ഡിസ്ട്രിക്ട് ഇൻ എ സ്റ്റേറ്റ് the election commission shall in consultation with the government of the state designate or nominate a district election officer who shall be an officer of the government, provided that election commission may designate or nominate more than one such officer for a district if the election commission is satisfied that the function of the office cannot be performed satisfactorily by one officer. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാര്യം പറഞ്ഞു, അദ്ദേഹമാണ് മെയിൻ. ഇനിയും ഓരോ ജില്ലകളിലും, അതായത് ഒരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ജില്ലകളിലും ആര് കാണും? ഒരു ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ കാണും പ്രധാനമായിട്ടും. അപ്പം ആ ഒരു ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ ഒരാളാവാം, അതല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാർ വേണമെന്ന് ആർക്ക് തോന്നിയാൽ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് തോന്നിയാൽ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഗവൺമെൻറ്റിനെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഒരു ആളിൽ കൂടുതൽ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സിനെ അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കൂടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ എത്ര വേണേലും ആകാമെന്ന് നമ്മൾ CRPC സെക്ഷനകത്ത് പറയുന്നത് പോലെ തന്നെ ഒരു സ്റ്റേറ്റിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും എന്തുണ്ടായിരിക്കും? ഗവൺമെൻറ്റിനോട് ആലോചിച്ചതിന് ശേഷം ഒരു ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറെ അപ്പോയിന്റ് ചെയ്യും, ആണല്ലോ. എന്നാൽ ഇതിൽ കൂടുതൽ വേണമെന്ന് തോന്നിയാൽ, ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് വേണമെന്ന് തോന്നിയാൽ അവരെ അപ്പോയിന്റ് ചെയ്യാനുള്ള ചുമതല ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. ആരോടുകൂടി ആലോചിച്ചതിന് ശേഷം? ഗവൺമെൻറ്റിനോടുകൂടി ആലോചിച്ചതിന് ശേഷം. സെക്ഷൻ 2 പറയുന്നത് where more than one district election officers are designated or nominated for a district under the provision to subclause 1, the election commission shall in the order designating or nominating the district election officers also specify the area in respect of which each such officer shall exercise jurisdiction. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ മാത്രമേ ഉള്ളൂ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറായിട്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇനി അതല്ല, സെക്ഷൻ 1 പറയുന്ന സ്ഥിതിക്ക്, അതായത് 13 ക്ലോസ് AA ഒന്നാമത്തെ
ക്ലോസ് പ്രകാരം ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വന്നാൽ, നോമിനേറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തിരിക്കണം? ഈ ഓരോ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സും അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷൻ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന ഏരിയ നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇനി മൂന്നാമത്തെ ക്ലോസ് നോക്കുക. സബ്ജക്ട് ടു ദ Superintendence, direction and control of the Chief Electoral Officer, the District Election Officer shall coordinate and supervise all work in the district. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചോദ്യം. എന്താണ്? ഇലക്ഷൻ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം നടത്തേണ്ടത് നോക്കുക. സൂപ്രണ്ടന്റിന്റെ, അതായത് ആരാ സൂപ്രണ്ടന്റ് എന്ന് ഞാൻ പറഞ്ഞു, ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ട് അല്ലേ, എല്ലാത്തിൻ്റെയും മുകളിലായിട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൺട്രോളിലും ഡയറക്ഷനിലും ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ എന്ത് ചെയ്യണം? ഷാൾ കോർഡിനേറ്റ് ആൻഡ് സൂപ്പർവൈസ് ഓൾ വർക്ക് ഇൻ the district or the area with his jurisdiction in connection with the preparation and the revision of the electoral rolls for all parliamentary assembly and council കോൺസ്റ്റിറ്റ്യുവൻസി വിത്തിൻ ദി ഡിസ്ട്രിക്ട്. ഇദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? കോർഡിനേറ്റ് ചെയ്യുക, എല്ലാ വർക്കിനെയും സൂപ്പർവൈസ് ചെയ്യുക. എവിടെ അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒന്നെങ്കിൽ ഒരാളെ ഉണ്ടെങ്കിൽ ആ ഡിസ്ട്രിക്ട് മൊത്തം ഇദ്ദേഹത്തിൻ്റെ ചുമതലയിലായിരിക്കും. അതല്ല ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ എന്ത് ചെയ്യുക? സൂപ്പർവൈസ് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. ആരുടെ നിർദ്ദേശപ്രകാരം? നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസറിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്യണം. വിത്ത് ദ പ്രിപ്പറേഷൻ ആൻഡ് റിവിഷൻ ഓഫ് ദി ഇലക്ടറൽ റോൾസ് ഫോർ ഓൾ പാർലമെന്ററി അസംബ്ലി കൗൺസിൽ കോൺസ്റ്റിറ്റ്യുവൻസി വിത്തിൻ ദി ഡിസ്ട്രിക്ട്. ഇലക്ടറൽ റോൾസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ചുമതല, റിവിഷൻ ചെയ്യുന്ന പ്രക്രിയ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ചുമതലയിലായിരിക്കും നടക്കുന്നത്. ഇനി നാലാമത്തെ സെക്ഷനിൽ എന്താ പറയുന്നത്? ദ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ ഷാൾ ഓൾസോ പെർഫോം സച്ച് അതർ ഫംഗ്ഷൻസ് as may be entrusted to him by the election commission and the chief electoral officer. അതായത് ഇദ്ദേഹത്തിന്റെ മുകളിലായിട്ട് വിശ്വസിച്ചിട്ട് ഈ ഒന്നെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറോ അതല്ലാന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ അല്ല ചീഫ് ഇലക്ടറൽ ഓഫീസറോ അതല്ലാന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ ഇദ്ദേഹത്തെ വിശ്വസിച്ച് എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ള ജോലിയും ആർക്കുണ്ട്? നമ്മുടെ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറിന്റെ ജോലിയാണ് അതും. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. 1950 ഇലക്ഷൻ മാനേജ്മെന്റ് അണ്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 ഇലക്ഷൻ മാനേജ്മെന്റ്, ആരുടെ ഇലക്ഷൻ മാനേജ്മെന്റ്? നമ്മുടെ തഹസീൽദാരുടെ ടോപ്പിക് അനുസരിച്ചിട്ടുള്ള ഇലക്ഷൻ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടീസ്.